ഇന്ദുലക്ഷ്മി ഭാഗം 18. മീനാക്ഷിയമ്മ രാവിലെ 8 മണിയോടെയാണ് അടുക്കളയിലെത്തിയത്. എന്നും ആ സമയമാകുമ്പോഴേക്കും ലക്ഷ്മി ചായയും ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കി വെച്ചിരിക്കും. അതെടുത്ത് കഴിക്കുന്ന ജോലിയേ ഉള്ളൂ. അന്നും പതിവ് പോലെ ഫ്ലാസ്കിൽ നിന്ന് ചായ ഒഴിച്ച് കാസറോളിൽ നിന്ന് അപ്പവും മുട്ടക്കറിയും വിളമ്പി കഴിക്കുമ്പോഴാണ് കിച്ചു അങ്ങോട്ട് വന്നത്. അമ്മയുടെ ഒരു കാര്യം പറയാൻ മറന്നു. ഓഫീസിന്റെ അടുത്ത് തന്നെ ഒരു വീട് ശരിയായിട്ടുണ്ട്. ഞാൻ കുറച്ചു നാളത്തേക്ക് അങ്ങോട്ട് മാറുകയാ. അമ്മയ്ക്ക് കൂട്ടുവന്ന് കിടക്കാൻ ശാന്തേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അവരത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അമ്പരപ്പോടെ അവനെ നോക്കി. എന്തിനാ ശാന്ത? നിനക്ക് വേണമെങ്കിൽ പൊക്കോ, ലക്ഷ്മി ഇവിടെ നിന്നോട്ടെ. അത് ശരിയായില്ല. ലക്ഷ്മി എന്റെ കൂടെ വരുന്നുണ്ട്. അമ്മയെ കാണാൻ ഞങ്ങൾ ഇടയ്ക്ക് വരാം. അവള് തലേണ മന്ത്രം പറഞ്ഞപ്പോഴേക്കും നിനക്ക് ഞാനൊരു ഭാരമായി അല്ലേടാ. നിന്നെ 10 മാസം ചുമന്ന് പെറ്റതും വളർത്തി ഇത്രയൊക്കെ ആക്കിയതും നീ മറന്നുപോയല്ലോടാ, നന്ദി കേട്ടവനെ. മീനാക്ഷി അവന് നേരെ ചീറി. അമ്മ ഒരിക്കലും എനിക്കൊരു ഭാരമാവില്ല. പക്ഷേ അവളെ സങ്കടപ്പെടുത്തുന്നത് എപ്പോഴും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. ചിലപ്പോ പ്രതികരിച്ചു പോയെന്ന് വരും. അതൊഴിവാക്കാൻ മാറി നിൽക്കുന്നതാ നല്ലത്. അല്ലാതെ അമ്മയെ ഉപേക്ഷിച്ചു പോകുകയല്ല. വേണ്ടടാ, എനിക്ക് നിന്റെ ഔദാര്യം വേണ്ട. എനിക്ക് ആരുമില്ലെന്നൊന്നും നീ വിചാരിക്കണ്ട. ഞാൻ എന്റെ ആങ്ങളുടെ വീട്ടിൽ പൊക്കോളാം. മീനാക്ഷി ചവിട്ടി തുള്ളിപ്പോയി വേഷം മാറി. അമ്മ എന്ത് പറഞ്ഞു കിച്ചേട്ടാ? അവിടേക്ക് വന്ന ലക്ഷ്മി കിച്ചു തലയ്ക്ക് കൈകൊടുത്തിരിക്കുന്ന കണ്ട് ആകുലതയോടെ ചോദിച്ചു. അമ്മാവിന്റെ വീട്ടിലേക്ക് പോകുന്നെന്ന്. കുറച്ചു കഴിഞ്ഞ് മീനാക്ഷി വിളിച്ചതനുസരിച്ച് അടുത്തുള്ള പയ്യൻ ഓട്ടോയുമായി വന്നു. മീനാക്ഷി റെഡിയായി കയ്യിലൊരു ബാഗുമായി വന്നു. എന്റെ മോനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയ നീ നന്നാവില്ലടി. ലക്ഷ്മിയുടെ അടുത്ത് വന്ന് പല്ല് ഞെരിച്ച് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോയി. അവൾ നിസ്സഹായതയോടെ നിന്നു. അമ്മേ, ഇനിയെങ്കിലും ഞാനൊന്ന് ജീവിച്ചോട്ടെ. പ്രാഗി കൊല്ലരുത്. കിഷോർ സഹികെട്ടാണ് പറഞ്ഞത്. രണ്ടുപേരെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് അവർ ഓട്ടോയിലേക്ക് കയറി. പുതിയ വീടിന് മുന്നിൽ കാർ നിർത്തി ലക്ഷ്മിയും കിഷോറും ഇറങ്ങി. ദാ ഐശ്വര്യയെ തുറന്നോളൂ, എന്നിട്ട് വലതുകാല് വെച്ച് കയറിക്കോ. കിച്ചു കൊടുത്ത താക്കോൽ വാങ്ങി അവൾ ഡോർ തുറന്നു. പുതിയ വീടാണെന്ന് തോന്നി. വലിയൊരു ഹാളും 2 ബെഡ്റൂമും കിച്ചണും ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒറ്റനില വീട്. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ലക്ഷ്മി കൗതുകത്തോടെ റൂമെല്ലാം നടന്ന് നോക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു. നല്ല വീട്. അത്രയ്ക്ക് ഇഷ്ടമെങ്കിൽ നമുക്കിവിടെ സ്ഥിരമായി കൂടാം. ലക്ഷ്മി സംശയത്തോടെ അവനെ നോക്കി. ഇത് ഞാൻ വാങ്ങിയതാ പെണ്ണേ, 4 വർഷം മുമ്പ്. അമ്മയും നീയുമായി ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോഴേ മാറി താമസിക്കാൻ വേണ്ടി വാങ്ങിയതാ. അപ്പോഴാ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് നീ നിൽക്കുന്നത്. എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ പോലും ഒന്നും നിന്ന് തരില്ലല്ലോ. നിന്റെ അന്നത്തെ ഒഴിഞ്ഞുമാറലും ദേഷ്യമൊക്കെ കണ്ടപ്പോ എനിക്കും വാശിയായി. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്. പക്ഷേ നീ അവസാന നിമിഷമെങ്കിലും പിന്മാറുമെന്നാ ഞാൻ കരുതിയത്. അതുകൊണ്ടെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ച് എത്ര വർഷങ്ങൾ അകന്നു നിൽക്കേണ്ടി വന്നു. ലക്ഷ്മി കുനിഞ്ഞ മുഖത്തോടെ നിന്നു. ശരിയാണ്, പ്രതീക്ഷ മുഴുവൻ ഇല്ലാതായ സമയമായിരുന്നു. എല്ലാവരോടും ദേഷ്യവും അമർഷവുമായിരുന്നു. എന്തിന് തന്നോട് പോലും. മരിക്കണമെന്ന് പോലും തോന്നിയിട്ടുണ്ട്. അതിനും ധൈര്യം വന്നില്ല. ഇനി അതൊന്നും ഓർത്ത് സമയം കളയണ്ട. കുറച്ചുനാൾ ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നു. കഴിഞ്ഞ മാസമാ അവര് പോയത്. കുറച്ച് ആളുകളെയൊക്കെ വിളിച്ച് പാലുകാച്ചൽ നടത്തണമെന്നൊക്കെ വിചാരിച്ചതാ. ഇനിയിപ്പോ നമ്മള് മാത്രം മതി. അവളുടെ കവിളിലൊന്ന് തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് കിഷോർ കാറിൽ നിന്ന് വരുന്ന വഴി വാങ്ങിയ അത്യാവശ്യം സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നു. ലക്ഷ്മി പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചു. അടുപ്പിൽ പുതിയ പാത്രം വെച്ച് പാല് തിളപ്പിച്ചു. ഒരു ഗ്ലാസ്സിൽ കുറച്ചൊഴിച്ച് കിച്ചുവിന് കൊടുത്തു. അപ്പൊ ഭാര്യയെ, ഈ നിമിഷം മുതല് പുതിയൊരു ജീവിതം തുടങ്ങുവാണ്. ഇനിയങ്ങോട്ട് സന്തോഷമായാലും സങ്കടമായാലും ഇവിടെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. മറ്റാർക്കും അതിനിടയിൽ സ്ഥാനമില്ല. മനസ്സിലായോ? കുറച്ച് പാൽ കുടിച്ചിട്ട് ബാക്കി അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവൻ പറഞ്ഞു. ലക്ഷ്മി ചെറു ചിരിയോടെ അത് ചുണ്ടോട് ചേർത്തു. കുറച്ചു കഴിഞ്ഞ് കിച്ചു ജോലിക്ക് പോയപ്പോൾ ലക്ഷ്മിയും കൂടെ പോയി. ഇടയ്ക്ക് കിഷോർ അമ്മയെ വിളിച്ചെങ്കിലും അവരെടുത്തില്ല. പിന്നെ രാഖിയെ വിളിച്ചു. അപ്പച്ചി അവിടെ എത്തിയെന്ന് അവൾ പറഞ്ഞു. വൈകുന്നേരം 2 പേരും കൂടി അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി. കിഷോറിന്റെ നിർബന്ധപ്രകാരം അടുത്തുള്ള തട്ടുകടയിൽ നിന്ന് പത്തിരിയും ചിക്കൻ കറിയും വാങ്ങിയാണ് വന്നത്. രാത്രി 2 പേരും കൂടി ഒരു പ്ലേറ്റിൽ അത് കഴിച്ചു. ഒരുപാട് നാളുകൾ കൂടി ലക്ഷ്മിയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. അവന്റെ കൈക്കുള്ളിൽ നെഞ്ചോട് ചേർന്ന് ചരിഞ്ഞു കിടന്നുറങ്ങുമ്പോൾ ഈ സന്തോഷം നഷ്ടപ്പെടല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയം സുജാതയും 2 മക്കളും അശോകനെയും കാത്ത് മുറ്റത്ത് നിൽക്കുകയാണ്. അശോകന്റെ ബൈക്ക് മുറ്റം കടന്നതും സുജാത തിടുക്കത്തിൽ അയാളുടെ അടുത്തെത്തി. ദേ, ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചിയോ? അതെന്താ പെട്ടെന്ന്? അശോകൻ ബൈക്കിൽ നിന്നിറങ്ങി അകത്തേക്ക് നടന്നു. സുജാതയും മക്കളും പിന്നാലെയും. കിച്ചു ലക്ഷ്മിയുമായിട്ട് വീട് മാറിയെന്ന് ഉച്ചയ്ക്ക് മുമ്പ് വന്നതാ. അപ്പോ മുതല് ഒറ്റ ഇരിപ്പ.
സുജാത പറഞ്ഞു തീരുന്നതിന് മുൻപേ ലക്ഷ്മി ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് അയാളുടെ പുറത്തേക്ക് വീണു. ആ മൂദേവി എന്റെ മോനെയും വിളിച്ചോണ്ട് പോയടാ. എനിക്കിനി ആരുണ്ട്? എന്റെ ദേവി, അവള് മുടിഞ്ഞു പോണേ. ചേച്ചി, ഇങ്ങനെ കരയാതെ ഒന്ന് സമാധാനപ്പെട്. അശോകൻ അവരെ പിടിച്ച് കസേരയിലിരുത്തി. അവർ അവിടെ ഇരുന്ന് ഏങ്ങലടിക്കുകയും കണ്ണു തുടയ്ക്കുകയും ചെയ്തു. സുജാത ഇതൊന്നും ഇഷ്ടമാകാതെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ആ കിച്ചു എന്ത് പണിയാ കാട്ടിയത്? അവന്റെ അമ്മയെ കളഞ്ഞിട്ട് സുഖിക്കാൻ പോയിരിക്കുന്നു. ചേച്ചി വിഷമിക്കണ്ട, ഞങ്ങളുണ്ട്. അശോകൻ ദേഷ്യം കൊണ്ട് വിറച്ചു. മോളെ, അപ്പച്ചിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. കരച്ചിലിനിടയിൽ പറയുന്നത് കേട്ട് രാഖി വെള്ളം എടുത്തുകൊണ്ടുവന്നു. അശോകൻ അപ്പോഴും മീനാക്ഷിയുടെ അടുത്തിരുന്ന് ആശ്വാസവാക്കുകൾ പറയുന്നുണ്ട്. അത് കണ്ട് സുജാത പല്ല് കടിച്ചു. രാത്രി വരെ മീനാക്ഷി കരഞ്ഞു. അച്ഛാ, ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്. രേഖ വാതിൽക്കൽ ചെന്ന് പറഞ്ഞു. ചേച്ചി, വന്ന് കഴിക്ക്. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലോ. അശോകൻ മീനാക്ഷിയുടെ കയ്യിൽ പിടിച്ച് ഡൈനിങ് ഹാളിൽ കൊണ്ടിരുത്തി. സുജാത പ്ലേറ്റിൽ ചോറും കറികളും വിളമ്പി. ചോറാണോ? ചപ്പാത്തി ഉണ്ടാക്കിയില്ലേ? മീനാക്ഷി സുജാതയെ നോക്കി. ഇവിടെ ആർക്കും ചപ്പാത്തി പതിവില്ല. ഉച്ചയ്ക്ക് ചോറും കറികളും കുറച്ച് കൂടുതലുണ്ടാക്കും. അല്ലെങ്കിലും ഏതു നേരവും അടുക്കളയിൽ നിൽക്കാൻ എനിക്ക് വയ്യ, സുജാത കഴിക്കുമ്പോൾ പറഞ്ഞു. വേറെ നിവർത്തിയില്ലാതെ മീനാക്ഷിയും കഴിച്ചെണീറ്റു. ചേച്ചിയെ എന്നും ഇവിടെ നിർത്താനാണോ പ്ലാൻ? കിടക്കാൻ സമയം സുജാത ചോദിച്ചു. പിന്നെന്ത് ചെയ്യും? നമ്മളും കൂടി ഉപേക്ഷിച്ച ചേച്ചിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഒക്കെ കയ്യിലിരിപ്പിന്റെ അല്ലേ. കല്യാണം കഴിച്ചുവിട്ട മക്കളുടെ കാര്യത്തില് ആവശ്യമില്ലാതെ തലയിടാൻ ചെന്നാ ഇങ്ങനെ ഇരിക്കും. നിങ്ങളുടെ ചേച്ചി പിന്നെ പണ്ടേ പാവമൊന്നും അല്ലല്ലോ. അവരുടെ ഭരണം കൊണ്ട് ഞാനും കുറേ പാടുപെട്ടതല്ലേ. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. എന്റെ സുജാതേ, നീ കുറച്ച് സമാധാനം തരുമോ? ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. അശോകൻ ബെഡിലേക്ക് കിടന്നു. ആ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ സമാധാനക്കേട്. നിങ്ങളുടെ ചേച്ചി ഇടയ്ക്കിടെ മോനുമായി പിണങ്ങി വരുമ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നൊരു കാര്യം, നിങ്ങളുടെ ചേച്ചിക്ക് സ്പെഷ്യലായിട്ട് വെച്ചോളമ്പാനൊന്നും എന്നെ കിട്ടില്ല. ഇവിടെ ഉണ്ടാക്കുന്നത് കഴിക്കണം. ഞാൻ ആരുടെയും ജോലിക്കാരിയൊന്നും അല്ല. അശോകൻ മയക്കത്തിലേക്ക് വീഴുമ്പോഴും സുജാത എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. രാഹുലും ഇന്ദുവും 2 ദിവസം കൊണ്ട് ബന്ധുക്കളുടെ വീടുകളിലൊക്കെ പോയി. നാളെ മുതൽ ഞാൻ ബേക്കറിയിൽ പോവുക. മാത്രമല്ല, ഞാനും കിച്ചുവും ചേർന്ന് ടൗണിലൊരു ഫർണിച്ചർ ഷോപ്പ് നടത്തുന്നുണ്ട്. ഒരു ബേക്കറി കൂടി തുടങ്ങാനും പ്ലാനുണ്ട്. ഇടയ്ക്ക് അങ്ങോട്ടും പോണം. താൻ ഒരാഴ്ച കഴിഞ്ഞ് പോയി തുടങ്ങിയാൽ മതി. രാഹുൽ പറഞ്ഞപ്പോൾ ഇന്ദു സമ്മതഭാവത്തിൽ തലകുലുക്കി. രേവതിയെയും മോളെയും ബിനോയ് വീട്ടിൽ കൊണ്ടുപോയിരുന്നു. ശ്രീദേവി നേരത്തെ കിടന്നു. രാഹുലും ഇന്ദുവും ഹാളിൽ ഇരുന്ന് TV കാണുകയാണ്. ഒരു സോഫയുടെ 2 സൈഡിലായാണ് ഇരിക്കുന്നത്. രാഹുൽ പെട്ടെന്ന് നീങ്ങി ഇന്ദുവിന്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. അവളുടെ കൈയെടുത്ത് അവന്റെ തലയിലേക്ക് വെച്ചു. ഇങ്ങനെ പാവയെ പോലെ ഇരിക്കാതെ ഒന്ന് മസാജ് ചെയ്യടോ. ആദ്യമൊന്നും അടിച്ചെങ്കിലും ഇന്ദു അവന്റെ മുടിയിഴകളിലൂടെ മെല്ലെ വിരലോടിച്ചു. ഞാൻ ഉറങ്ങിപ്പോയാ വിളിച്ചേക്കണേ. കണ്ണുകൾ അടച്ച് അവളുടെ വയറിലേക്ക് മുഖമർത്തി കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു. ഇന്ദു TVയിലേക്ക് നോക്കിയിരുന്നു. ഇടയ്ക്ക് നോക്കുമ്പോൾ രാഹുൽ ഉറക്കമായി. കണ്ടുകൊണ്ടിരുന്ന സിനിമ തീർന്നപ്പോൾ അവൾ കവിളിൽ മൃദുവായി തട്ടി വിളിച്ചു. രാഹുൽ എണീറ്റ് TVയും ലൈറ്റും ഓഫ് ചെയ്തു. അപ്പോഴേക്കും ഇന്ദു പോയി ബെഡ്ഷീറ്റ് വിരിച്ചു. ഇന്ന് നമ്മുടെ സെക്കൻഡ് നൈറ്റ് ആയി കേട്ടോ, രാഹുൽ പറഞ്ഞപ്പോൾ അവളുടെ മുഖം തുടുത്തു. മറുപടി ഒന്നും പറയാതെ ബാത്റൂമിലേക്ക് പോയി. കുറച്ചുനേരം അവിടെ നിന്നിട്ട് തിരികെ വരുമ്പോൾ അവൻ കണ്ണുകൾ പൂട്ടിക്കിടക്കുകയാണ്. ശബ്ദമുണ്ടാക്കാതെ ഇന്ദുവും ഒരു സൈഡിലേക്ക് കിടന്നു. അടുത്ത നിമിഷം രാഹുലിന്റെ കൈകൾ അവളുടെ പുറത്തേക്ക് അമർന്നു. എനിക്ക് ഉറക്കം വരുന്നു, ഇന്ദു വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഉറങ്ങിക്കോ, അതിന് ഞാനെന്ത് വേണം? താരാട്ട് പാടണോ? രാഹുൽ ചോദിച്ചപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു കിടന്നു. അങ്ങനെ സെക്കൻഡ് നൈറ്റും പോയി കിട്ടി. അതെ, എനിക്ക് അത്രയും വലിയ ക്ഷമയൊന്നുമില്ല കേട്ടോ. മാക്സിമം പോയാ 2-3 ദിവസം ക്ഷമിക്കും. അതിനകം ഞാൻ ബാലങ്കേ നായരാകും. ഇന്ദു കണ്ണുകൾ ഇറുകെ പൂട്ടി. ഈശ്വരാ, ഇയാളെ കാണുന്ന പോലെ അത്ര ഡീസന്റ് ഒന്നും അല്ലെന്ന് തോന്നുന്നു. ഞാൻ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. രാവിലെ എണീറ്റ് തിരിഞ്ഞു നോക്കിയ ഇന്ദു ഒരു നിമിഷം മിഴിച്ചു നിന്നു. ഒരു വശത്തേക്ക് ചരിഞ്ഞു കിടക്കുകയാണ് രാഹുൽ. കൈലിയുടെ കൂടുതൽ ഭാഗവും ശരീരത്തിൽ നിന്നും മാറിക്കിടക്കുകയാണ്. അയ്യേ, ഈ മനുഷ്യന് ഒരു നാണോ ഇല്ലേ? ബെഡിൽ കിടന്ന ഷീറ്റ് എടുത്ത് പുതപ്പിക്കുമ്പോൾ അവൻ കണ്ണു തുറന്നു. ഷീറ്റ് മാറി എണീറ്റതും കൈലി നിലത്തേക്ക് വീണു. അയ്യേ! ഇന്ദു കണ്ണു പൊത്തി. രാഹുൽ വേഗം കൈലി ഉടുത്തു. ഇവിടെ നിന്ന് കണ്ണു പൊത്തി കളിക്കാതെ വേഗം പോയി ചായ എടുത്തോണ്ട് വാ, എനിക്ക് പോകാനുള്ളതാ. ഗൗരവം വരുത്തി അവൻ പറഞ്ഞപ്പോൾ ഇന്ദു പുറത്തേക്ക് പോയി. വാതിൽക്കൽ ചെന്നിട്ട് തിരിഞ്ഞു നോക്കി. അതെ, സർ ജോക്കിയാണോ യൂസ് ചെയ്യുന്നത്? ഡീ! ഇന്ദു ചിരിച്ചുകൊണ്ട് താഴേക്കോടി. ഷേ, ഇതിപ്പോ തിളക്കത്തിലെ ഹരശ്രേഷ്ഠന്റെ അവസ്ഥയായല്ലോ. ആകെ നാണം കെട്ടു. ഷേ! രാഹുൽ പിറുപിറുത്തു. കുളി കഴിഞ്ഞു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും അവൻ മസിൽ പിടിച്ചാണ് ഇരുന്നത്.
അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴെല്ലാം ഇന്ദുവിന് ചിരി പൊട്ടി. രാഹുൽ അവളെ നോക്കി കണ്ണുരുട്ടി. എന്താടി ഇത്ര ചിരിക്കാൻ? ശ്രീദേവി കേൾക്കാതെ അവൻ അവളോട് ചോദിച്ചു. ഒന്നുമില്ല. ഇന്ദു ചുമല് കൂച്ചി. കൂടുതൽ ചിരിച്ചാലേ ഞാനൊരു ബാലങ്കേനായാകും, കാണണോ? ഇന്ദുവിന്റെ ചിരി മാഞ്ഞു. ദേവി, അപ്പൊ ഇയാള് ബാലങ്കേനായർ തന്നെ, കാത്തോണേ. രാഹുൽ ഒന്ന് കണ്ണിറുക്കി കാട്ടിയിട്ട് കൈ കഴുകാൻ എണീറ്റു. പിന്നെ അവൻ പോകുന്നത് വരെ രാഹുലിന്റെ മുന്നിലേക്ക് പോയതേയില്ല. അവൻ പോയപ്പോൾ ഇന്ദു ശ്രീദേവിയെ സഹായിച്ചും സംസാരിച്ചും സമയം നീക്കി. കിഷോറും ലക്ഷ്മിയും വീട് മാറിയതൊക്കെ ശ്രീദേവി പറഞ്ഞാണ് അറിഞ്ഞത്. ഇന്നലെ രണ്ടാളും യാത്ര പറയാൻ വന്നിരുന്നു. ഏതായാലും നന്നായെന്ന് ഞാൻ പറഞ്ഞു. മീനാക്ഷിയോടൊപ്പം ജീവിച്ചാൽ അവളെ ഇനിയും ദ്രോഹിക്കും. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോണം. അത് കേട്ടപ്പോൾ ഇന്ദുവിനും സന്തോഷം തോന്നി. കുറച്ചു നാളായി ലക്ഷ്മി അവളുടെ മനസ്സിലൊരു നൊമ്പരമായിരുന്നു. ഇടയ്ക്ക് അമ്മ വിളിച്ച് സംസാരിച്ചു. ഇന്ദുവിന് ഇവിടെ സുഖമാണെന്ന് കേട്ടപ്പോൾ അമ്മുവിനും സന്തോഷമായി. വൈകുന്നേരം അടുക്കുന്തോറും വല്ലാത്തൊരു വെപ്രാളം തോന്നാൻ തുടങ്ങി. രാഹുൽ വരുന്നതറിഞ്ഞെങ്കിലും അടുക്കളയിൽ തന്നെ നിന്നു. മോളെ, അവന് ചായ കൊടുക്ക്, അല്ലെങ്കിൽ അത് മതി, ചെറുക്കന് ദേഷ്യം വരും. ശ്രീദേവി പറഞ്ഞപ്പോൾ ചായയുമായി മുകളിലേക്ക് പോയി. വാതിൽക്കൽ നിന്ന് നോക്കിയപ്പോൾ അവനെ റൂമിൽ കണ്ടില്ല. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ഒച്ച കേട്ടപ്പോൾ കുളിക്കുകയാണെന്ന് മനസ്സിലായി. ചായ അടച്ചു വെച്ചിട്ട് താഴേക്ക് പോയി. പിന്നെ ശ്രീദേവിയുടെ പിന്നാലെ കൂടി. രാത്രിയിലെ ആഹാരം കഴിഞ്ഞ് രാഹുൽ കിടക്കാൻ പോയി. ശ്രീദേവി സീരിയലും കണ്ടിരിക്കുമ്പോൾ ഇന്ദുവും ഒപ്പം കൂടി. മോള് പോയി കിടന്നോ? എനിക്കും ഉറക്കം വരുന്നു. ശ്രീദേവി റൂമിലേക്ക് പോയപ്പോൾ ഇന്ദു പതിയെ മുകളിലേക്ക് പോയി. രാഹുൽ ഉറങ്ങിക്കാണുമെന്ന് കരുതി ചാരിയിരുന്ന വാതിൽ തുറന്നു നോക്കുമ്പോൾ അവൻ ആരോടോ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് കട്ടിലിൽ ചാരിയിരിപ്പുണ്ട്. രാഹുലിനെ ഒന്ന് നോക്കിയിട്ട് ഇന്ദു ബാത്റൂമിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ അവൻ കിടക്കുകയാണ്. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവൾ കട്ടിലിന്റെ ഒരു സൈഡിൽ കിടന്നു. കുറച്ചു കഴിഞ്ഞ് പതിയെ പതിയെ അവിടെ നിന്ന് നിരങ്ങി അവന്റെ അടുത്തേക്ക് വന്നു. മലർന്നു കിടന്നുറങ്ങുകയാണ്. ഏതാനും നിമിഷങ്ങൾ അവനെ നോക്കിക്കിടന്നിട്ട് മെല്ലെ ഉയർന്ന് വലതു കൈ ഉയർത്തി അവന്റെ മുടിയിൽ തഴുകി. പിന്നെ നെറ്റിയിൽ തൊട്ടു. മൂക്കിലേക്ക് വിരലൊഴുകിയിറങ്ങി. മീശമേൽ വിരലോടിച്ചു. ചുണ്ടിൽ തൊടാൻ ഭാവിച്ചെങ്കിലും വേണ്ടെന്ന് വെച്ചു. നെഞ്ചിൽ കൈ ചേർത്ത് വെച്ച് എന്നിട്ട് അടുത്തേക്ക് ചേർന്ന് കിടന്നു. രാഹുലിന്റെ കൈയെടുത്ത് അവളുടെ പുറത്തേക്ക് വെച്ച് കണ്ണുകൾ അടച്ചു. എന്താ? രാഹുലിന്റെ ശബ്ദം ചെവിക്കരികിൽ കേട്ടതും അവൾ ഞെട്ടലോടെ പിടഞ്ഞെണീക്കാൻ ശ്രമിച്ചു. അവന്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുക്കിക്കൊണ്ട് അവളുടെ നേരെ തിരിഞ്ഞു കിടന്നു. ഞാൻ വെറുതെ ഉറങ്ങിയോന്ന് അവൾ വിക്കി വിക്കി എന്തോ പറയാൻ ശ്രമിച്ചു. ഉറങ്ങിക്കിടക്കുന്ന ആമ്പിള്ളേരെ ഉണർത്താൻ ശ്രമിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നു. ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല, വെറുതെ ഓരോന്ന് പറയരുത്. ഇന്ദുവിന് കരച്ചിൽ വന്നു. അയ്യേ, അപ്പോഴേക്കും കരഞ്ഞോ? തൊട്ടാവാടി. രാഹുൽ അവളെ കൈക്കുള്ളിലേക്ക് കിടത്തി. ഇന്ദു അവനെ ഉൾക്കിടിലത്തോടെ നോക്കി. അവൻ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ എതിർക്കുമെന്ന് അവൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു. നീ ആള് കൊള്ളാലോ. ഈ സ്നേഹമൊക്കെ ഞാൻ ഉണർന്നു കിടന്നാലും കാണിച്ചോ? രാഹുൽ ശബ്ദം താഴ്ത്തി പറയുമ്പോൾ ഇന്ദുവിന് ഒരു പരവേശം പിടികൂടി. രാഹുൽ കുനിഞ്ഞ് അവളുടെ നെറ്റിയിലും കവിളിലും ചുണ്ടു പതിപ്പിച്ചു. ഒന്ന് പിടഞ്ഞുകൊണ്ട് അവൾ കുതറാൻ ശ്രമിച്ചു. അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അധരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവൾ വിറയലോടെ കണ്ണുകൾ പൂട്ടി. അവന്റെ കൈകൾ ശരീരത്തിൽ ഓടി നടക്കുമ്പോൾ തള്ളി മാറ്റണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഇന്ദുവിന്റെ ശരീരം അനങ്ങിയില്ല. അവളും അതൊക്കെ ആഗ്രഹിച്ചിരുന്നു. ഒടുവിൽ എപ്പോഴോ രണ്ടുപേരും ഒരു ശരീരമായി തീർന്നു. രാഹുൽ അവളെ ചേർത്ത് പിടിച്ച് മയങ്ങുമ്പോൾ ഇന്ദു അവന്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ടിരുന്നു. രാവിലെ എണീക്കുമ്പോൾ നിലത്ത് കിടന്ന ഡ്രസ്സെല്ലാം പരതിയെടുത്ത് ബാത്റൂമിലേക്ക് പോയി. തണുത്ത വെള്ളം വീഴുമ്പോൾ ശരീരത്തിൽ എവിടെയൊക്കെയോ നീറ്റൽ അനുഭവപ്പെട്ടു. തിരികെ വരുമ്പോഴും രാഹുൽ നല്ല ഉറക്കത്തിലാണ്. കിച്ചണിൽ ചെന്ന് ചായ ഉണ്ടാക്കുമ്പോഴേക്കും ശ്രീദേവിയും വന്നു. ഇന്ദു ഇന്ന് നേരത്തെ ഉണർന്നോ? മറുപടിയായി ഇന്ദു ചിരിച്ചു. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ദോശയും ചമ്മന്തിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചൂടായ പാനിലേക്ക് ദോശമാവ് ഒഴിക്കുമ്പോഴാണ് രാഹുൽ വന്നത്. അമ്മേ, ചായ. ഇന്ദുവിന് അവന്റെ മുഖത്ത് നോക്കാൻ ജാള്യത തോന്നി. മോൾ അവന് ചായ കൊടുക്ക്, അമ്മ ഉണ്ടാക്കാം. ശ്രീദേവി അവളുടെ കയ്യിൽ നിന്ന് തവി വാങ്ങി. ഇന്ദു ഫ്ലാസ്കിലിരുന്ന ചായ ഒഴിച്ച് മുഖത്തേക്ക് നോക്കാതെ രാഹുലിന്റെ കയ്യിൽ കൊടുത്തു. മോനെ, ഞാനും ഇന്ദുവും കൂടി ഇന്ന് കിച്ചുവിന്റെ വീട് വരെ പോയാലോ? ശ്രീദേവി ചോദിച്ചു. എങ്കിലും നിങ്ങൾ റെഡിയാവ്, ഞാൻ അവനെ വിളിച്ചു പറയാം. ഇന്ദു, എന്റെ ഷർട്ടൊന്ന് തേച്ച് വെക്ക്. ഇന്ദു റൂമിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് രാഹുലും അങ്ങോട്ട് വന്നു. വേഗം റെഡിയായ ഞാൻ കൊണ്ടാക്കാം. വൈകുന്നേരം ഞാൻ അതുവഴി വരാം. രാഹുൽ വാതിൽ ചാരി അവളുടെ അടുത്തേക്ക് വന്ന് മുഖം പിടിച്ചുയർത്തി. ഇതെന്താ ഇയാൾക്ക് പറ്റിയത്? രാവിലെ മുതല് ഒളിച്ചു കളിക്കുവാണോ? ഏയ്, അവള് മുഖം വെട്ടിച്ചു. ഹ, പറയടോ. ഒന്നുമില്ല. അവന്റെ ഷർട്ട് കയ്യിൽ കൊടുത്തിട്ട് ഇന്ദു പുറത്തേക്ക് ഓടി.
എടീ, ഇത് തേച്ചില്ല. രാഹുൽ പിന്നിൽ നിന്ന് വിളിച്ചെങ്കിലും അവൾ തിരികെ വന്നില്ല. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അവൻ കുളി കഴിഞ്ഞു വരുമ്പോൾ ഇന്ദുവും ശ്രീദേവിയും ഒരുങ്ങി നിന്നു. കിച്ചുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്ദു സന്തോഷത്തിലായിരുന്നു. ഇപ്പോൾ ആരൊക്കെയോ ഉള്ളതുപോലെ. ഈശ്വരാ, ഈ സന്തോഷം എന്നും എന്റെ കൂടെ ഉണ്ടാവണേ. കിഷോറും ലക്ഷ്മിയും അവരെ കണ്ട് സന്തോഷത്തോടെ സ്വീകരിച്ചു. കിഷോറും രാഹുലും ഉച്ചയോടെ വരാമെന്ന് പറഞ്ഞ് ജോലിക്ക് പോയി. ഇപ്പോഴാ നിന്റെ മുഖത്തൊരു സന്തോഷം കണ്ടത്. നന്നായി. ഇത് കുറച്ച് നേരത്തെ ആവായിരുന്നു. ശ്രീദേവി വീടൊക്കെ നടന്നു കാണുമ്പോൾ ലക്ഷ്മിയോട് പറഞ്ഞു. 3 പേരും ചേർന്ന് ചോറും കറികളും ഉണ്ടാക്കി. ശ്രീദേവി പതിവ് സീരിയലിലേക്ക് തിരിഞ്ഞപ്പോൾ ഇന്ദുവും ലക്ഷ്മിയും ബാൽക്കണിയിലേക്ക് പോയി. നിനക്ക് സുഖമല്ലേ മോളെ? ലക്ഷ്മി ഇന്ദുവിന്റെ അടുത്തിരുന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ചു. ഞാൻ ജീവിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ശ്രീയമ്മയ്ക്ക് എന്നോട് സ്നേഹ. രേവു ഒരു കൂട്ടുകാരിയെ പോലെയാ. രാഹുലോ? അത്... ഇന്ദുവിന്റെ മുഖം തുടുത്തു. അപ്പോഴേക്കും പെണ്ണിന് നാണം വന്നല്ലോ. നോക്കട്ടെ. ലക്ഷ്മി അവളുടെ താടി പിടിച്ചുയർത്തി. പോ ചേച്ചി. ഇന്ദു പരിഭവത്തോടെ അവളെ നോക്കി ചുണ്ടുകൊട്ടി. ചേച്ചി ഹാപ്പിയാണോ? ലക്ഷ്മി കുറച്ചു നേരം പുറത്തേക്ക് നോക്കിയിരുന്നു. ഹാപ്പിയാണോ എന്ന് ചോദിച്ചാ ആണ്. മുമ്പൊക്കെ കിച്ചേട്ടന്റെ കുട്ടികളെ എടുക്കാനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പോ ഞാൻ വിഷമിക്കുമെന്ന് കരുതിയാവും ഫ്രണ്ട്സിന്റെ കുട്ടികളെ പോലും അധികം ശ്രദ്ധിക്കില്ല. രാഖിയെയോ രേഖയെയോ വിളിച്ച് അമ്മയുടെ കാര്യങ്ങൾ തിരക്കും. ഓഫീസിൽ നിന്ന് വന്നാ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും, എന്നെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അപ്പോഴും എനിക്കൊരു പേടിയാ. ലക്ഷ്മി ഒന്ന് നിശ്വസിച്ചു. അമ്മ കൂടി എന്നെ മനസ്സിലാക്കി ഞങ്ങളുടെ ഒപ്പം നിന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം തോന്നില്ലായിരുന്നു. എത്രയോ സ്ത്രീകള് പ്രഗ്നന്റ് ആണെന്നറിയുമ്പോൾ അബോർഷൻ ചെയ്യുന്നു. എന്നെപ്പോലെ കുറെ പേർ ഒരു കുഞ്ഞിനു വേണ്ടി കൊതിക്കുന്നു. എന്നെങ്കിലും ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരുമോ ഇന്ദു? എനിക്കറിയാം, ഉണ്ടാവില്ല. ഇന്ദു അവളുടെ പുറത്ത് ആശ്വസിപ്പിക്കും പോലെ തട്ടിക്കൊടുത്തു. കിച്ചേട്ടൻ പറയുന്നത് കുറച്ചുനാൾ കൂടി നോക്കിയിട്ട് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാന്നാ. ഏട്ടന്റെ വിഷമം അമ്മ പ്രശ്നം ഉണ്ടാക്കുന്ന. എല്ലാം ശരിയാവും, ചേച്ചി വിഷമിക്കണ്ട. ഉച്ച കഴിഞ്ഞപ്പോൾ കിച്ചുവും രാഹുലും വന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഊണ് കഴിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. രാഹുലും ഇന്ദുവും സന്തോഷമായി മുന്നോട്ട് പോയി. 1 മാസം കഴിഞ്ഞപ്പോൾ ബിനോയ് തിരിച്ചുപോയി. രേവുവും മിന്നുമോളും ശ്രീദേവിയുടെ അടുത്തുണ്ട്. മീനാക്ഷി ഇപ്പോഴും സഹോദരന്റെ കൂടെ തന്നെയാണ്. പാവ അശോകനാണ് ഭാര്യയുടെയും ചേച്ചിയുടെയും ഇടയിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നത്. ഇടയ്ക്ക് കിച്ചു അമ്മയെ കാണാൻ എത്തുമെങ്കിലും ലക്ഷ്മിയെ പൂർണ്ണമായി ഉപേക്ഷിച്ച് വന്നാലല്ലാതെ മകനുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അവർ തീർത്ത് പറഞ്ഞു. ഇപ്പോൾ അവൻ വന്നാലും സംസാരിക്കാൻ പോലും കൂട്ടാക്കില്ല. എങ്കിലും കിഷോർ എല്ലാ ആഴ്ചയും കാണാൻ വന്നുകൊണ്ടിരുന്നു. ഒരു വൈകുന്നേരം ലക്ഷ്മിയും കിച്ചുവും സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുകയാണ്. ആൻറ്റി! പരിചയമുള്ള സ്വരം കേട്ട് ലക്ഷ്മി തിരിഞ്ഞു നോക്കുമ്പോൾ പൊന്നു ഓടി വന്ന് അവളുടെ സാരിത്തുമ്പിൽ തൂങ്ങി. ആൻറ്റി, എന്താ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വരാത്തേ? ലക്ഷ്മി അവളെ എടുത്തുയർത്തിയപ്പോഴേക്കും കണ്ണനും എവിടെ നിന്നോ ഓടിയെത്തി. തൊട്ടു പിന്നാലെ ആകാശം വന്നു. കുട്ടികൾ ഓടുന്നത് കണ്ട് പേടിച്ചാ ഞാൻ വന്നത്. അപ്പോഴാ ലക്ഷ്മി കണ്ടത്. ലക്ഷ്മി അവന്റെ പിന്നിലേക്ക് കണ്ണുകൾ പായിച്ചു. ഇവരുടെ അമ്മ? അവളുടെ ചോദ്യം കേട്ട് അവന്റെ മുഖത്തെ ചിരി മങ്ങി. ഞാനന്ന് പറഞ്ഞിരുന്നില്ലേ ഒരു ഡോക്ടറുടെ കാര്യം? അവരുടെ വിവാഹം കഴിഞ്ഞു. 2 പേരും തിരികെ പോയി. ലക്ഷ്മി വിഷമത്തോടെ കുട്ടികളെ നോക്കി. ഏയ്, താൻ വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് ദുഃഖമൊന്നുമില്ല. അവൾക്ക് എന്നെയും കുട്ടികളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലേ. പക്ഷേ അമ്മ ഇപ്പോ വീണ്ടും വിവാഹം എന്ന് പറഞ്ഞ് പിന്നാലെ ഉണ്ട്. ഈ മക്കളെ സ്നേഹിക്കാൻ പറ്റി ആരെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞു ഞാൻ. ലച്ചു, കഴിഞ്ഞില്ലേ? കിച്ചു അങ്ങോട്ട് വന്നു. ആകാശിനെ കണ്ട് അവൻ സൗഹൃദഭാവത്തിൽ ചിരിച്ചു. അടുത്തുള്ള കോഫി ഷോപ്പിൽ നിന്ന് ഓരോ കാപ്പി കുടിച്ചിട്ടാണ് അവർ പിരിഞ്ഞത്. അത്രയും നേരം കുട്ടികൾ 2 പേരും ലക്ഷ്മിയുടെ അടുത്തിരുന്ന് അവളോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെയും മടിയോടെ ലക്ഷ്മിയോട് ചേർന്ന് നിന്ന കുഞ്ഞുങ്ങളെ അല്പം ബലം പ്രയോഗിച്ചാണ് ആകാശ് കൊണ്ടുപോയത്. തിരികെ പോകുമ്പോൾ കിഷോർ ലക്ഷ്മിയെ നോക്കി. എന്തോ ആലോചനയോടെ അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ലച്ചു? അവൾ മുഖം തിരിച്ച് അവനെ നോക്കി. ലച്ചുവിന് ആകാശിന്റെ മക്കളെ ഒരുപാട് ഇഷ്ടായിരുന്നു അല്ലേ? ഒരുപക്ഷെ ഞാൻ വീണ്ടും വന്നില്ലെങ്കിൽ നീ ഇപ്പോ ആ കുട്ടികളുടെ അമ്മയായി ജീവിച്ചേനെ. ലക്ഷ്മി അവന്റെ കൈത്തണ്ടയിൽ പിച്ചി. ഡീ, ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടില്ലേ? കിച്ചേട്ടന് ഇന്ദുവിന്റെ കൂടെ ജീവിക്കാറുന്നല്ലോ, പിന്നെന്തിനാ എന്റെ അടുത്ത് വന്നത്? അത് എനിക്ക് നിന്നെ മറക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അവളെ വിവാഹം ചെയ്തതും അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? എങ്കിലേ എനിക്ക് കണ്ണനെയും പൊന്നുനെയും ഇഷ്ടാ. അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന കുട്ടികളായതുകൊണ്ടാവും എന്നോടും അവർക്ക് സ്നേഹമായിരുന്നു. എന്നുവെച്ച് അവരുടെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ കിച്ചു ഒന്നും പറഞ്ഞില്ല. തുടരും. അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.